ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഓരോരോ തിരക്ക് കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ, സോറി. ഇപ്പോൾ രാവിലെ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞത് ചൂടുവെള്ളത്തിനുള്ള പാത്രം കഴുകുകയാണ് കേട്ടോ. വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് വെക്കുക ചെയ്യാറ് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം വേണ്ടവർക്ക് ഫ്ലാസ്കിൽ എടുക്കാം, തണുത്തത് വേണമെങ്കിൽ ജഗ്ഗെത്തി എടുക്കാം. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. അപ്പോഴേക്കും വെള്ളമൊക്കെ ചൂടായി ഒക്കെ എടുത്ത് ഫ്ലാസ്കിലും ജഗ്ഗിലൊക്കെ ഒഴിച്ച് വെച്ചു. അതിനുശേഷം ചോറിനുള്ള അരിയൊക്കെ ഇട്ടു കേട്ടോ. ഇന്നലെ ഞങ്ങൾക്ക് 3 ചേനപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഇന്ന് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് കേട്ടോ പാകത്തിനുള്ള ചേനപ്പൂവേ. ചേനപ്പൂ ഓവർ വിരിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കഴിക്കാനൊക്കെ നല്ല രസമാണ്, പക്ഷെ കുറച്ച് നേരം എടുക്കും ഒന്ന് മുറിച്ചെടുക്കാൻ, അത്രേ ഉള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണല്ലേ. ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇനി എന്തെങ്കിലും കൂടുതൽ ചെയ്യാനുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയായിരിക്കും എനിക്ക് ഒരുപാടൊന്നും വീഡിയോയെക്കുറിച്ച് അറിയില്ല എന്ന്. ശരിയാണ്, എനിക്ക് യൂട്യൂബിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എടുത്തിടുന്നേ ഉള്ളൂ, പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. ഹെൽപ്പ് ചെയ്യാനും ആരുമില്ല, അപ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ചേനപ്പൂവൊക്കെ അരിഞ്ഞതിന് ശേഷം വെണ്ടക്ക കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്കൊക്കെ മുറിച്ചു. ചോറ് വെന്തിട്ട് വേണം ചേനപ്പൂവിൻ്റെ തോരൻ വെക്കാൻ. അപ്പോഴേക്കും അമ്മ നെല്ല് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിന്ന് അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല, കാരണം ഇന്ന് പണിക്കാർ ഉണ്ട്. അപ്പോൾ അവർ വരുമ്പോഴേക്കും കറിയൊക്കെ ആക്കി വെക്കും. ചോറ് മാത്രം അവർ വന്നിട്ട് ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അകത്ത് നിന്നു, അമ്മ പുറത്തുള്ള പണിയെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അമ്മ പഴയ തുണിയല്ലേ അതൊക്കെ എടുത്ത് കനലിൽ കൊണ്ടിട്ടതാണ്. പുകഞ്ഞിട്ട് മതിയായി. ഇന്ന് രാവിലെ മൂടിക്കെട്ടിയൊരു കാലാവസ്ഥയാണ് കേട്ടോ, പക്ഷേ തീൻ്റെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, കൂടെ പുകയും. പിന്നെ ബാക്കിയുള്ള നെല്ല് അമ്മ കോരിത്തന്നേ. ഈ പണിയൊക്കെ കഴിയുമ്പോഴേക്കും എൻ്റെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് ചോറൊക്കെ വാങ്ങി. പിന്നെ തോരൻ വെക്കണമല്ലോ, ഇനിയിപ്പോൾ ചേനപ്പൂ തോരൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. അതിലേക്ക് 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ 1/4 ടീസ്പൂൺ കടുക്, 3-4 ചെറിയുള്ളി, 2 തണ്ട് കറിവേപ്പില എല്ലാം ചേർത്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചേനപ്പൂ ചേർത്ത് കൊടുത്തു. പിന്നെ 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/4 കപ്പ് വെള്ളം ചേർത്ത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ അത്. ഇവിടെ ആർക്കും തേങ്ങ ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തേങ്ങ ചേർക്കാത്തത്. തേങ്ങ ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ തേങ്ങ ചേർക്കുന്നില്ല. ഇനി കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ചേനപ്പൂവ് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. മുറിക്കാനേ പാടുള്ളൂ, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചേനപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളയിൽ പൊരിഞ്ഞ യുദ്ധം കാരണം ഏട്ടനാണ് നെല്ലൊക്കെ കൊണ്ടിടുന്നത് കേട്ടോ. ഏട്ടൻ വയലിൽ ചെറിയൊരു പണിയായിരുന്നു, അപ്പോൾ അതാണ് ഏട്ടൻ്റെ വേഷം ഇങ്ങനെ കേട്ടോ. ഞാനാണെങ്കിൽ ഒരു കൊട്ടയിൽ കൊണ്ടുവരുള്ളൂ, ഏട്ടനാണെങ്കിൽ ഇതിൽ കയറ്റിയിട്ട് 2-3 കൊട്ടയൊക്കെ കൊണ്ടുവരുവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ.